എല്ലാവർക്കും നമസ്കാരം. ബയോളജിയുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ SSCRT നമ്മൾ ടോപ്പിക് എടുത്തിരിക്കുന്നത് ഫിറമോണുകൾ എന്നതാണ് കേട്ടോ. ഫിറമോണുകൾ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ പുതിയ SSCRT എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഇതുപോലെ തോന്നും, കാരണം ആ സിലബസും അതേ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയ, അപ്പോ പുതിയ SSCRT എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസും പുതിയ SSCRT രണ്ടും ഒരേ ലെവലാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് SSCRT പഠിച്ചു കഴിഞ്ഞാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനും അനുബന്ധ ഫാക്ട്സും പുതിയ SSCRT ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്, ക്ലാസ്സുകൾ ഒപ്പം വരുന്നുണ്ട്. അതേപോലെ സയൻസ് നമ്മളിപ്പോ തുടങ്ങി. സയൻസിൽ ഇപ്പൊ നമ്മൾ ബയോളജി ഞാൻ മിക്സ് ചെയ്ത് എടുക്കാന്നാണ് കേട്ടോ എൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പൊ ബയോളജിയിൽ മൂന്നാമത്തെ ടോപ്പിക്കായി. ഇനിയിപ്പോ നമുക്കിടയിൽ കെമിസ്ട്രി, ലോഹങ്ങള്, അലോഹങ്ങള്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഫിസിക്സില് ശബ്ദം, പ്രകാശം, ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് തരാം കേട്ടോ. ബയോളജി മാത്രമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ നമുക്ക് ഇടയിൽ ഇമ്പോർട്ടന്റ് എല്ലാം PSC ക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ആദ്യം എടുത്തിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ഫിറമോണുകൾ എന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ളതിൽ SSCRT എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കേട്ടോ. ചില ജീവികൾ അതേ സ്പീഷ്യസിൽപ്പെട്ട ജീവികളുമായിട്ടുള്ള ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നു. ഇവയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫിറമോണുകൾ? ഫിറമോണുകൾ എന്താണ് അറിയണം അല്ലേ? അപ്പൊ എന്താ ഫിറമോണ്? ചില ജീവികൾ എന്ത് ചെയ്യും, അതേ സ്പീഷ്യസിൽപ്പെട്ട ജീവികളുമായിട്ടുള്ള ആശയവിനിമയത്തിനായിട്ട് ചുറ്റുപാടിലേക്ക് ചില ഇപ്പൊ ഉറുമ്പ് അരിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം, ഒരു ഉറുമ്പ് പോകുന്ന സമയത്ത് അതിന്റെ പിന്നാലെ മറ്റു ഉറുമ്പുകൾ പോകുന്നുണ്ടാവും അല്ലേ? നമ്മൾ വിചാരിക്കും എന്താ ഇവര് കല്യാണത്തിന് പോകുകയാണോ പറയില്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ, പറയാറുണ്ട്. അപ്പൊ എന്താ, ആ മുന്നിലെ പോകുന്ന ഉറുമ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫിറമോൺ അവിടെ എന്തായിരിക്കും, അവിടെ കരുതിയിട്ടായിരിക്കും പോകുന്നത്. അത് പോണ വഴിയിലെല്ലാം അതിന്റെ അംശം കാണും. അപ്പൊ അതിനെ ചുറ്റിയിട്ടാണ് ബാക്കിൽ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റൂട്ടുകൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഏതൊക്കെയാണ് വിവിധ തരം ഫിറമോണുകളും അവയുടെ ധർമ്മവും എന്താണെന്ന് നമുക്ക് നോക്കാം. ടെറിട്ടോറിയൽ ഫിറമോൺ നോക്കിക്കേ, ഏതൊക്കെ എന്തുവരെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഇതൊക്കെ വരും ഇനിയുള്ള എക്സാമുകളിൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ആറാട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ടെറിട്ടോറിയൽ ഫിറമോൺ, അഗ്രിഗേഷൻ ഫിറമോൺ, അലാം ഫിറമോൺ, ട്രയൽ ഫിറമോൺ, ലൈംഗിക ഫിറമോൺ. കണ്ടോ, ഇങ്ങനെയുള്ള ഫിറമോണുകളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഈ ടെറിട്ടോറിയൽ ഫിറമോൺ എന്താ, വാസസ്ഥാനത്തിന്റെ പരിധി നിർണ്ണയിക്കാനാണ്. വാസസ്ഥാനത്തിന്റെ, അതായത് ഇപ്പൊ ഒരു ഉറുമ്പ്, ഇപ്പൊ അവരുടെ ഒരു താമസ സ്ഥലം, അതിന് ഒരു ഇത്ര പരിധി വേണം എന്ന് നിർണ്ണയിക്കാനാണ് ടെറിട്ടോറിയൽ ഫിറമോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്ഥാനത്തിന്റെ പരിധി നിർണ്ണയിക്കാൻ നമുക്ക് അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. നമുക്കറിയാം ഒരു ടെറിട്ടോറിയൽ ഏരിയ, നമ്മൾ SCRT-ലൊക്കെ പറയില്ലേ 12 മൈൽ, ഒരു നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഒരു 12 നോട്ടിക്കൽ മൈലാണ് എന്നൊക്കെ പറയാറില്ലേ, ടെറിട്ടോറിയൽ പരിധി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ. അപ്പൊ ആ ടെറിട്ടോറിയൽ ഫിറമോൺ എന്ന് പറയുന്ന വാസസ്ഥാനത്തിന്റെ പരിധി നിർണ്ണയിക്കാനാണ്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ഏരിയ ആണെന്ന് പറയില്ലേ, ടെറിട്ടോറിയൽ ഏരിയ എന്ന് പറയില്ലേ, ഈ ഭാഗത്ത് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാറില്ലേ നമ്മുടെ മനുഷ്യ ജീവിതത്തില് ഇല്ലേ, ഓരോ സ്ഥലത്തിന്റെ ഇപ്പൊ ഓരോ അതിർത്തികളിലൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ അതിനെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി അഗ്രിഗേഷൻ ഫിറമോൺ എന്താ, ആഹാര ലഭ്യത ഉറപ്പാക്കുവാനാണ് അല്ലെ. അഗ്രികൾച്ചർ അല്ലെ, കൃഷിയാണ് അല്ലെ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താ, കാർഷികമാണ് അല്ലെ. അപ്പൊ കാർഷികമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആഹാരം ലഭ്യമാക്കുന്നത് അല്ലെ. അപ്പൊ അതും അങ്ങനെ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം, ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്രിഗേഷൻ ഫിറമോൺ ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ. ഇനി അലാം ഫിറമോൺ അപായ സൂചന നൽകാൻ. നമുക്കറിയാം അലാറം അടിക്കും അല്ലെ, എന്തെങ്കിലും അപായ സൂചന ഉണ്ടെങ്കിൽ അലാറം അടിക്കും അല്ലെ. കേട്ടിട്ടില്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ എന്താണ് വലിയ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലും അപായ സൂചന ഉണ്ടെങ്കിൽ ഒരു അലാറം അടിക്കും അല്ലെ. അപ്പൊ നോക്കിക്കേ, അലാം പറയുമ്പോൾ അലാറം എന്ന് കണക്കാക്കുക. അലാറം ഫിറമോൺ അപായ സൂചന നൽകാൻ. ഇനി ട്രയൽ ഫിറമോൺ സഞ്ചാരപാത നിർണ്ണയിക്കാൻ. നമ്മളെ ഒരു ഡ്രൈവിംഗ് ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, ഡ്രൈവിംഗ് പഠിക്കാൻ പോകും അല്ലെ. ആ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം അത് എന്താ ചെയ്യുന്നത്, ഒരു ട്രയലാണ് അല്ലെ. നമ്മൾ ട്രയൽ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ ട്രയൽ ഫിറമോൺ എന്ന് പറയുമ്പോൾ എന്താ, സഞ്ചാരപാത അല്ലെ. സഞ്ചാരപാത നമ്മൾക്ക് എന്താ, വണ്ടി ഓട്ടിട്ട് ഏതിൽ കൂടെ പോകണം, റോട്ടിൽ കൂടെ പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ട്രയൽ നടത്തണം അല്ലെ. ആദ്യം ട്രയൽ കഴിയണം. അപ്പൊ ട്രയൽ ഫിറമോൺ എന്താ, സഞ്ചാരപാത നിർണ്ണയിക്കാൻ. ഇനി ലൈംഗിക ഫിറമോൺ ഇണകളെ ആകർഷിക്കണം. അത് പിന്നെ ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ടെറിട്ടോറിയൽ ഫിറമോൺ
സഞ്ചാര പരിധി, അതിർത്തി എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ. വാസസ്ഥാനത്തിന്റെ പരിധി നിർണ്ണയിക്കാൻ. അഗ്രിഗേഷൻ, അഗ്രികൾച്ചർ ആണ്, അപ്പൊ ആഹാരമാണ്, ആഹാര ലഭ്യത ഉറപ്പുവരുത്താനാണ്. അലാം ഫിറമോൺ അപായ സൂചന നൽകാനാണ്. ട്രയൽ ഫിറമോൺ സഞ്ചാരപാത നിർണ്ണയിക്കാനാണ്. ലൈംഗിക ഫിറമോൺ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കിക്കേ, ഫിറമോൺ കൗതുകങ്ങൾ. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, തേനീച്ചയിലെ റാണി ഫിറമോൺ സ്രവിക്കുന്നത് പ്രധാനമായും പുതിയ റാണികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനുമാണ്. മനസ്സിലായോ? നായ, പൂച്ച മുതലായ സസ്തനികൾ അവരുടെ ചുറ്റുപാടിൽ മൂത്രവിസർജനം ചെയ്യുന്നത് കണ്ടിട്ടോ. നായ്ക്കൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവർക്ക് എവിടെയും മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ നമ്മുടെ മുൻവശത്ത് വന്നിട്ട് മൂത്രമൊഴിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഈ പോസ്റ്റ് കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ? പോസ്റ്റുകൾ കാണുമ്പോൾ, വണ്ടികൾ കാണുമ്പോൾ എന്താണ് അത്? അതിന് മൂത്രം, അതിന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയിട്ടല്ല അത് ഒഴിക്കുന്നത്. അത് എന്താണ്? അവിടെ ചുറ്റുപാട് മൂത്ര വിസർജനം ചെയ്യുന്നത് എന്താണ്? അതായത് ഇതിന്റെ പരിധിയിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അവരുടെ ഇണകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ മൂത്രം ഒഴിച്ചിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വണ്ടിയൊക്കെ കഴിയായിട്ട് ഇങ്ങനെ നിർത്തും. വണ്ടി കഴിയിട്ട് നിർത്തുമ്പോഴേക്കും വണ്ടിയിൽ വന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് പോകും. നമ്മൾ ഇതിനെ പ്രാകുംല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെയല്ല. അതിന്റെ ഇണ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ എന്റെ ഇണ മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും? ഈ യൂറിനിലൂടെ അറിയിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതിർത്തി നിർണ്ണയിക്കാനുമാണ് അതിലൂടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുയല്, ഷഡ്പദങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കാനും ഇണചേരൽ പ്രതികരണങ്ങൾ ഉളവാക്കാനും ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുയലുകളിലെ മമ്മറി ഫിറമോൺ, നായകളിലെ അപാസിൻ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ മുയലുകളിൽ കാണപ്പെടുന്ന ഫിറമോൺ മമ്മറി, നായകളിലോ അപാസിൻ. നായകളിലേതാണ്? അപാസിൻ. ഇവിടെ മറക്കരുത് കേട്ടോ, ഈ ചോദ്യങ്ങൾ വരും. മമ്മറിയും അപ്പാസിനും മറക്കരുത്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നോക്കാം. എന്താണ് ഫിറമോണുകൾ? എന്താണ് ഫിറമോണുകൾ? എന്താ പറയുക? തന്റെ വർഗത്തിലുള്ളവയുമായി വിവിധ രീതിയിൽ ആശയവിനിമയം നടത്താൻ ചില ജീവികൾ അവയുടെ ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറഞ്ഞത്. തന്നെയല്ലേ നമ്മൾ SSCRT-യിലും പഠിച്ചത്? തന്റെ വർഗത്തിലുള്ളവയുമായി വിവിധ രീതിയിൽ ആശയവിനിമയം നടത്താൻ ചില ജീവികൾ അവയുടെ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. മറക്കരുത് കേട്ടോ. ഇനി വിവിധ തരം ഫിറമോണുകളുടെ പ്രവർത്തനത്തിന് ഉദാഹരണം നൽകുക. ടെറിട്ടോറിയൽ ഫിറമോൺ വാസസ്ഥാനത്തിന്റെ പരിധി നിർണ്ണയിക്കാൻ. അഗ്രിഗേഷൻ ഫിറമോൺ ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ. അലാം ഫിറമോൺ, ഞാൻ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, ആ വാക്കുകളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയണം കേട്ടോ. ചേരുമ്പടി ചേർക്കലൊക്കെ വരും. അപായ സൂചന നൽകാനാണ്. ട്രയൽ ഫിറമോൺ സഞ്ചാരപാത നിർണ്ണയിക്കാനാണ്. ലൈംഗിക ഫിറമോൺ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറുമ്പുകൾക്ക് ഒന്നിനു പിറകെയായി വരി തെറ്റാതെ അനുഗമിക്കാൻ കഴിയുന്നു. അതിന് കാരണം എന്താണ്? ഫിറമോണുകൾ എന്ന രാസവസ്തുക്കളാണ്. കാർഷിക മേഖലയിൽ ഫിറമോണുകളുടെ ഉപയോഗം എന്താണ്? കീടങ്ങളെ ആകർഷിച്ചിട്ട് നിയന്ത്രിക്കുന്നതിന് കേട്ടോ. ഫിറമോൺ കെണിയായിട്ട് ഉപയോഗിക്കുന്നതിന്. കാർഷിക മേഖലയിൽ ഫിറമോണുകളുടെ ഉപയോഗം എന്താണ്? കീടങ്ങളെ ആകർഷിച്ചിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഫിറമോൺ എന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ 3 ടോപ്പിക് നമ്മൾ ഇപ്പൊ ഇതുവരെ എടുത്തിട്ടുണ്ട്. സസ്യ ഹോർമോണുകൾ എന്ന ഒരു ടോപ്പിക് ആദ്യം കഴിഞ്ഞു കേട്ടോ. സസ്യ ഹോർമോണുകൾ കഴിഞ്ഞു. പിന്നെ ഏതാണ് കഴിഞ്ഞത്? എന്താണ്? തൈറോയിഡ് ഗ്രന്ഥി കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥി എല്ലാം പുതിയ SSCRT ആണ്. തൈറോയിഡ് ഗ്രന്ഥി എടുത്തു. ഇപ്പൊ നമ്മള് ഫിറമോൺ എടുത്തു കേട്ടോ. ഇങ്ങനെ ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ പുതിയ SSCRT ഫുള്ളായിട്ട് തീർത്ത് കയ്യിൽ തരും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എല്ലാം ചെയ്തു തരണം അല്ലേ? നിങ്ങൾക്ക് കെമിസ്ട്രി തരണം, ഫിസിക്സ് തരണം, ബയോളജി തരണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ തരണം, എല്ലാം തരണ്ടേ? വേണം അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. നിങ്ങൾ പൈസ തന്നിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ആ ബെൽ ബട്ടൺ ഒന്ന് ഐക്കൺ അമർത്തിക്കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, എന്താണെങ്കിലും നിങ്ങളൊന്ന് താഴെ അറിയിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എത്രമാത്രം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.